ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്കൊരു ദൂരയാത്രയുണ്ട്. കോഴിക്കോട് വരെ പോകണം. ഇക്കാകെ കടയിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിങ്ങും അല്ലാതെ പിന്നെ നമ്മൾ പെരുന്നാളിൻ്റെ ലീവൊക്കെ ആയതുകൊണ്ട് ചുമ്മാ ഒന്ന് കറങ്ങാനെന്നുള്ള മുഖേനയും പോകുക കേട്ടോ. അപ്പോൾ പാത്തു നമ്മളൊരു 7:30 ആയപ്പോഴത്തേക്കിനും വീട്ടിൽ നിന്ന് ഇറങ്ങി. പാത്തു നല്ല ഉറക്കത്തിലായിരുന്നു. ബാക്കിലേക്ക് തന്നെ കിടത്തി. പിന്നെ ബാക്കിൽ നിന്ന് തന്നെ ഉണ്ടായില്ല. അതാട്ടോ ആ ഒരു ഉറക്കച്ചടവിൽ പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുന്നത്. വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ ആക്കി അവളെ ഒരു സൈഡിൽ തന്നെ അവിടെ ഇരുത്തിയേക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അതുവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങലും പിന്നെ നല്ല അടിപൊളി മഴയായിരുന്നു. മഴയെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇടിയും കാറ്റും മിന്നലും എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി മഴയായിരുന്നു. അതൊരു പരിധിവരെ കഴിയുമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഏകദേശം കൊടുങ്ങല്ലൂർ വരെ നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. ബാക്കിലിരുന്ന് ബോറടിച്ച പാത്തു പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് വന്നു. പിന്നെ എൻ്റെ മേത്തിരുന്നിട്ട് ഉറങ്ങാമെന്ന് കരുതി തട്ടിയൊക്കെ കൊടുത്തപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. അപ്പം ഇത് നമ്മുടെ ആലുവ പാലം കേട്ടോ. അപ്പോൾ ആലുവ പാലത്തിൻ്റെ അവിടെയൊക്കെ നല്ല അടിപൊളി മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ അതിൻ്റെ ഒപ്പം തന്നെ ബ്ലോക്കും ഉണ്ടായിരുന്നു. പിന്നെ കുറേ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല വിശപ്പായി. അങ്ങനെ ഒരു ഹോട്ടലിൽ ചെന്ന് നിർത്തിയിട്ടോ. പക്ഷെ അവിടെ ചപ്പാത്തിയും പൊറോട്ട അല്ലാതെ വേറെ ഒരു സാധനവും ഇല്ല. രാവിലെ തന്നെ ഈ പൊറോട്ടയൊക്കെ ഇങ്ങനെ കഴിക്കുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് ദൂരം കൂടെ നമ്മൾ അവിടുന്ന് വിശപ്പൊക്കെ സഹിച്ച് മുന്നോട്ട് പോയിട്ട് അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഒരു ഹോട്ടൽ കണ്ടു. പ്യുവർ വെജിറ്റേറിയൻ ആണെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. അങ്ങനെ നമ്മൾ അതിനകത്തേക്ക് കയറി. അപ്പോൾ ആദ്യം തന്നെ പാത്തുവിന് ഒരു നെയ്റോസ്റ്റ് പറഞ്ഞു. പാത്തു ആണെങ്കിൽ നൈറ്റും ഫുഡ് അങ്ങനെ കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു മോക്ക്. അപ്പോൾ ആദ്യം ഞാൻ ഒരു പീസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും അത് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി തരണ്ട, അവൾ തന്നെ വാരി തിന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ കീറി സാമ്പാറിലും ചമ്മന്തിയിലും ഒക്കെ മുക്കി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. അപ്പോഴത്തേക്കിനും എനിക്ക് മസാല ദോശ വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ എവിടെ പോയാലും രാവിലത്തെ ഫുഡ് എന്ന് പറയുമ്പം അത് മസാല ദോശ തന്നെ ആയിരിക്കും കേട്ടോ. ഇത് നല്ല ഓവറായിട്ട് മുരിഞ്ഞു പോയിട്ടുള്ളൊരു മസാല ദോശയായിരുന്നു. മസാല കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടുത്തെ സർവീസും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾക്കെന്നല്ല അവിടെ വന്നവർക്ക് കുറേ പേര് ഇറങ്ങിപ്പോയായിരുന്നു. ഹോട്ടൽ ബഹ്വാൻ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലാട്ടോ. സംഭവം എന്താ പറയുക, അവർക്ക് തിരക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുന്നേ ആയിരിക്കും ചിലപ്പോൾ, നമുക്കറിയില്ല. നമ്മളാരും അങ്ങനെ വന്ന് എന്തൊക്കെയാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്നൊന്നും ചോദിക്കലുണ്ടായിരുന്നില്ല. സർവീസ് മോശമായിരുന്നു. പക്ഷേ ഫുഡ് ആ ഒരു മസാല ദോശ കുറച്ച് കൂടുതൽ ക്രിസ്പായിപ്പോയി എന്നുള്ളതുള്ളൂ. വടയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായ അടിപൊളിയായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു കോഫി കുറച്ച് സ്ട്രോങ് കോഫി ആയിരുന്നു. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ കോഫിയും മസാല ദോശയൊക്കെയാണ് കഴിച്ചത്. അങ്ങനെയൊക്കെ വാഷ്റൂമിൽ പോകുന്നെന്ന് പറഞ്ഞപ്പോഴത്തേനും ഞാനും ബാത്തും കൂടെ ആ കടയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് നേരം വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. ഒരു കോപ്പിക്കോയും മിഠായിയൊക്കെ മേടിച്ചു പോയി. പിന്നെ ഇത് നമ്മുടെ പൊന്നാനിയൊക്കെ എത്തുമ്പോഴത്തേക്കിനുള്ളത് കേട്ടോ. അവിടെ ഇങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പം ഒരു സൈഡിൽ നല്ല വിശാലമായിട്ട് പുഴ, നല്ലൊരു ഒരു സീനായിരുന്നു. ഒരു നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇങ്ങനെ കുഞ്ഞു തോണിയും പുഴയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം അവിടെ ഇറങ്ങിയൊക്കെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിന്നില്ല, നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. അവിടെ ഇറങ്ങി നിന്നില്ല. ജസ്റ്റ് നമ്മൾ ഓൾറെഡി വൈകിപ്പോയായിരുന്നു. മഴയും പിന്നെ നല്ല ബ്ലോക്കും ആയതുകൊണ്ട് ഓൾറെഡി നമ്മൾ വൈകിപ്പോയായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ അവിടെ ഇറങ്ങി നിൽക്കുകയോ ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഫോട്ടോ ഒക്കെ അവിടെ നിന്ന് ആ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. പിന്നെ ഇക്കാകയുടെ മെയിൻ സ്ഥായി ഭാവമാണ് വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു മുഖം, അല്ലാതെ ദേഷ്യം കൊണ്ടൊന്നും അല്ല കേട്ടോ. ആ ഒരു മുഖമാണ്. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് ചിരിക്കെങ്കിലും ചെയ്യും മനുഷ്യാന്ന് പറഞ്ഞപ്പോഴാണ് ചിരിച്ചത്. പിന്നെ നമ്മൾ കാറിലിരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്, അതായത് പാത്തൂനെ ഒന്ന് പിടിച്ചിരുത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ലേസ്, അതായത് ആ ഒരു ലേസ് ഈ ഫ്ലേവർ പക്ഷേ പുള്ളിക്കാർക്ക് ഇഷ്ടമല്ല, കുറച്ച് എരിവ് കൂടുതലുള്ളതാണ്. അപ്പോൾ അത് കാരണം ഞാനും പാത്തും കൂടെ 50-50 ആട്ടോ അതെടുത്ത്. പിന്നെ നമ്മുടെ യോഗേർട്ട് ഉണ്ടല്ലോ, യോഗേർട്ട് ഷേക്ക് 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂബെറീൻ്റെയും സ്ട്രോബെറീൻ്റെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ യോഗേർട്ട് ഷേക്കും യോഗേർട്ട് നമ്മുടെ ഫ്ലേവേർഡ് യോഗേർട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാത്തൂനും മിക്സഡ് ആണ്. എന്ന് വെച്ചാൽ ചിലപ്പം അത് അവളുടെ ഓരോ സമയം അനുസരിച്ച് ചെയ്യും. ചിലപ്പോൾ ഇഷ്ടപ്പെടും, ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. ഇത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അവൾക്ക് ബ്ലൂബെറിയുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ സ്ട്രോബെറി ആയിരുന്നു എടുത്തത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് പിന്നെ തീരെ ഇഷ്ടമല്ല. കാരണം പുളിയുള്ള ഐറ്റംസിനോടൊന്നും പുള്ളിക്ക് താല്പര്യമില്ല. എനിക്കാണെങ്കിൽ പുളി, എരിവ് അങ്ങനെയുള്ള ഐറ്റംസിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് തന്നെ 2 ഷേക്കും ഞാൻ തന്നെ കുടിച്ച് തീർത്തു. ആഹാ, എന്ത് സുഖം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഉച്ചയ്ക്കത്തെ, അതായത് കുറച്ച് കൂടുതൽ ട്രാവലൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പേജ് എന്ന് പറഞ്ഞൊരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു.
അവിടെ വന്ന് കയറി ഇക്കാക്ക് ഇതേപോലെ തന്നെ വാഷ്റൂമിൽ പോയപ്പോഴത്തേക്കിനും പുള്ളിക്ക് ആ ഒരു സമയത്താണല്ലോ റെസ്റ്റ് കിട്ടുന്നത്. അപ്പം വാഷ്റൂമിലേക്ക് പോയപ്പോഴത്തേനും ഞാനും പാത്തുവിനെ ഞങ്ങളുടെ പരിപാടിയായി. പാത്തുവിനാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഗ്ലാസും പ്ലേറ്റും പിന്നെ ഫോർക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതെല്ലാം എടുത്ത് എറിയലും ഞാൻ എടുത്ത് വെക്കലും തന്നെയായിരുന്നു പരിപാടി. പുള്ളിക്കാരിക്ക് ഇത്രയും നേരം കാറിലിരുന്നിട്ട് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങി ഓടാഞ്ഞിട്ടുള്ളൊരു ത്വരയായിരുന്നു. ആ സമയത്തായിരുന്നു നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. അതോടുകൂടി പിന്നെ ഭയങ്കര ബഹളമായി എന്നുവെച്ചാൽ ഓട്ടം തന്നെയായിരുന്നു. പിന്നെ ഇക്കാക്ക വരുന്ന ആ ഒരു സമയത്തിന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അവളുടെ മുഖം കണ്ടുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നോളൂ. അത് കാരണം ഞാൻ വീഡിയോ തുറന്നു വെച്ചു, അങ്ങനെയെങ്കിലും അടങ്ങിയിരിക്കട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ളൊരു മീ ടൈം ഒക്കെ ആയിരുന്നു ആ സമയം. ഞാൻ എങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാൻ പാട്ട് പാടിയേ കൂടെ പാടിക്കോളും. ഈ വീഡിയോയിൽ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കിനും ഞാൻ എന്ത് ചെയ്യുന്നു അതൊക്കെ ഇരുന്ന് ചെയ്തോളൂ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇക്കാക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ ആദ്യം തന്നെ വെള്ളം, അവിടെ ചൂടുവെള്ളം ആദ്യം സെർവ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് ചൂടുവെള്ളം പറ്റൂല, ഞാൻ നല്ല തണുത്ത വെള്ളം മേടിച്ചു കുടിച്ചു. നല്ല അടിപൊളി. എനിക്ക് ആ ഗ്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇതുപോലത്തെ നമുക്ക് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നു, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഗ്ലാസ്. പിന്നെ ഞാൻ വന്നിട്ട് മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തത്. പിന്നെ ഒരു ഐക്കൂറ, അതായത് നമ്മുടെ നെയ്മീൻ ഒരു ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ മീൽസിൽ നല്ല രീതിക്ക് കറികളുണ്ടായിരുന്നു കേട്ടോ. അവിയൽ, പിന്നെ ഒരു തോരൻ, ചമ്മന്തി, പച്ചടി, പായസം, മീൻകറി, പപ്പടം, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഇക്കാക്ക ഒരു ദം ബിരിയാണി, ഒതൻറ്റിക് ദം ബിരിയാണി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബീഫായിരുന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് ചോറ് പാത്തൂനും കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ കഴിക്കുന്നതിന് മുമ്പായിട്ട് ആ കറികളൊക്കെ ഒന്ന് മാറ്റി വെച്ചു, കാരണം ചോറിടാനുള്ള സ്പേസ് വേണമല്ലോ. അപ്പോൾ മീൻകറിയും പായസവും അതൊക്കെ മാറ്റി വെച്ചു. ബാക്കി തൊടുകറികളും തിന്നാനുള്ള ഐറ്റംസൊക്കെ ആ സ്ഥലത്ത് തന്നെ വെച്ചു. അതാകുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കുകയും ചെയ്യാം. പിന്നെ ഐക്കൂറ എന്താ പറയുക, ആ ഒരു അരപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഐക്കൂറ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാലഡിനകത്ത് പച്ചമാങ്ങയുടെ സ്ലൈസും ക്യാരറ്റിൻ്റെ സ്ലൈസും ഓനിയൻ്റെ സ്ലൈസും ഒക്കെ ഉണ്ടായിരുന്നു. ഐക്കൂറ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, ആ ഒരു അരപ്പ് അതിൻ്റെ മേളിൽ ഇങ്ങനെ അരപ്പ് ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ അരപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഞാൻ പിന്നെ സാമ്പാർ, ഞാൻ ഹോട്ടലിൽ എവിടെ പോയാലും മീൻകറി കൂട്ടൂല. അതെന്താണാവോ പണ്ടും ഉള്ളൊരു ശീലമാണ്. മീൻകറി എന്തായാലും എനിക്ക് കൂട്ടില്ല, അത് ഇക്കാക്കയാണ് കൂട്ടുന്നത്. നല്ല മീൻകറി ആയിരുന്നു എന്ന് ഇക്കാക്ക പറഞ്ഞു, പക്ഷേ അത് ഇക്കാക്ക കേട്ടോ കൂട്ടിയത്. ഞാൻ സാമ്പാർ, എനിക്ക് മെയിൻ ഐറ്റം സാമ്പാറും മോര് പുളിശ്ശേരിയാണ്. അപ്പോൾ ഞാൻ സാമ്പാറും പിന്നെ എല്ലാ കറികളും കൂടെ കൂട്ടി കുഴച്ച് കഴിച്ചു. അപ്പോൾ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ ഒരു ഊണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പിന്നെ യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ കടലുണ്ടി ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് ക്രോസ് ചെയ്യുമ്പോഴാണ് ഈ കാഴ്ച. ഞങ്ങൾ ഇതുവരെ വന്നിട്ടും ഇങ്ങനെ കയറി കണ്ടിട്ടില്ല. പക്ഷെ ഞങ്ങൾ ആ ബ്രിഡ്ജിൻ്റെ അവിടെ നിർത്തിയിട്ട് കയറി കണ്ടു. അപ്പോൾ കാക്കട്ട ഞാൻ പറഞ്ഞു നമുക്ക് താഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നമ്മുടെ പഴയകാല പുളിയച്ചാറുണ്ടല്ലോ, അത് നുസ്റ്റ് അടിച്ചു. അങ്ങനെ ഒരു 4 പാക്കറ്റ് അത് മേടിച്ചു കേട്ടോ. നമ്മൾ പണ്ട് ഇതാക്കുമ്പോഴത്തേക്കിനും ചെറിയ പാക്കറ്റായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വലിയ പാക്കറ്റ് ഒരെണ്ണത്തിന് 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റ് അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു പുളിയച്ചാറ്. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ മേളിലെ ബ്രിഡ്ജ് നമ്മൾ അവിടെ നിന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ താഴ്ഭാഗം ഇതേപോലെയാണ്, നമുക്ക് ഇറങ്ങി നിൽക്കാം. എന്നുവെച്ചാൽ ഒരുപാട് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം അവിടെ നിറച്ച് ആഴമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ അവിടെ ആൾക്കാർ ഇവിടുത്തെ എരുന്നുണ്ടല്ലോ, കുഞ്ഞിക്കക്ക, അതൊക്കെ പിറക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയല്ല, കുറച്ച് നീങ്ങിയിട്ട് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ ആൾക്കാർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ആ കുഞ്ഞ് കണ്ടില്ല മുകളിലേക്ക് കയറി പോണത്, ആൾക്കാർക്ക് ഒരു പേടിയില്ല. എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ വീടില്ല എന്ന് പറഞ്ഞു, കാരണം വെള്ളവും കല്ലും എല്ലാം കൂടെ മിക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കുക. നമ്മൾ ഒരു സ്ഥലത്ത് ചവിട്ടി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങി, കാരണം കുറച്ച് സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ മൊത്തവും തിരമാല നമ്മുടെ മേത്തേക്ക് വീഴും, കാരണം വെള്ളം അടിച്ചിട്ട് മൊത്തവും മേത്തേക്ക് വീഴലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ മേളിലേക്ക് കയറി കഴിഞ്ഞപ്പം, അതായത് ഒരുപാട് പേരിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പെരുന്നാളിൻ്റെ കഴിഞ്ഞുള്ള ദിവസം, അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ദിവസം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നിറച്ച് തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ കുറച്ചും കൂടെ ടോപ്പിലേക്ക് കയറിയിരുന്നപ്പോഴത്തേക്കിനും ഒരു തിര, ആദ്യത്തെ ഒരു തിര വന്നപ്പോൾ ഞങ്ങൾ അത്ര മൈൻഡ് ചെയ്തില്ല. രണ്ടാമതൊരു തിര വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഈ വെള്ളം എല്ലാം കൂടെ എൻ്റെ മേത്തേക്ക്. ഞാനാണെങ്കിൽ വെള്ള കളറിലെ ഡ്രസ്സായിരുന്നു ഇട്ടത്. ആഹാ, അത് നല്ല സുഖമുണ്ടായിരുന്നു. ചെളിയുടെ കളറായിപ്പോയി, കാരണം അതേപോലെ വെള്ളം മേത്തേക്ക് അടിച്ചു. പിന്നെ കുറച്ച് നേരം, അധികം നേരം നമുക്ക് നിൽക്കാൻ സമയമില്ല. അങ്ങനെ കുറച്ച് നേരം നിന്നിട്ട് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനും കല്ലുമ്മക്ക, അതായത് ഇവിടുത്തെ എന്താണ് അരിക്കടുക്ക എന്നൊക്കെ പറയില്ലേ, ആ സംഭവം ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിൻ സംഭവമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതും അധികം എന്താണ് മാവൊന്നും ചേർക്കാതെ ആ കറക്റ്റിന് നല്ല ക്രിസ്പായിട്ട് കിട്ടും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ കോഴിക്കോട് ഒന്ന് ട്രൈ ചെയ്തപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ഇവിടുന്ന് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്രിസ്പിയും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു 5 എണ്ണം ഞങ്ങൾ മേടിച്ചായിരുന്നു, ഞാനും ഇക്കാകയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് നേരം ആ കടലുണ്ടി ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കോഴിക്കോട്ടേക്ക് പോകാൻ കരുതി. കോഴിക്കോട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ മാമ അവിടെ ഉണ്ടായിരുന്നു.
ഇതാണ് എൻ്റെ മാമ, എൻ്റെ ഉമ്മച്ചിയുടെ ആങ്ങളെയാണ്. അപ്പം മാമ കോഴിക്കോട് KSEBിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇക്കാക്ക വന്നത് ഇക്കാക്കയുടെ കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അപ്പം മാമാക്ക് അവിടെയൊക്കെ അറിയാവുന്ന കാരണം ഞങ്ങൾ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കാർ അവിടെ ഇട്ടിട്ട് മാമയുടെ കാറിനകത്ത് കയറി ഞങ്ങളെല്ലാവരും കൂടെ, അതായത് ഒരാളും കൂടെ ഉണ്ടായിരുന്നു ഇവർക്ക് കടയൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ പോയി. മാമ ആണെങ്കിൽ ഞങ്ങളെ സാധനം അവർ നോക്കാൻ പോയപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഡയറി മിൽക്കും പിന്നെ കുഞ്ഞിന് എന്താ പറയുക കിൻഡർ ജോയ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളെ അവിടെ അടക്കിയിരുത്തിയിട്ടാണ് ഇവർ പോകുന്നത്. പാത്തുവിന് ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട, അവൾക്ക് ഭയങ്കര സന്തോഷം. അവൾ ആ ഡയറി മിൽക്കും കിൻഡർ ജോയ് അപ്പം തന്നെ പൊട്ടിച്ചൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വന്ന് പിന്നെ നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ അവർക്ക് പോയി സാധനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ട് അവർ നേരെ സാധനങ്ങളൊക്കെ കാണാൻ പോയി. അതെല്ലാം കഴിഞ്ഞ് മാമയുടെ റൂമിൽ പോയി ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഞങ്ങൾ രാത്രി കറങ്ങാൻ ഇറങ്ങി. ഇതിൻ്റെ വീഡിയോ ഞാൻ നാളെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ബൈ.